തലസ്ഥാനം മോഷ്ടാക്കളുടെ വിഹാര കേന്ദ്രമാവുകയാണോ എന്ന ചോദ്യമാണ്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലാണ് ഇന്ന് വൻ കവർച്ചയുണ്ടായ വാർത്ത വരുന്നത്. ആളില്ലാത്ത വീട്ടിൽ നിന്ന് 42 പവനാണ് മോഷണം പോയത്. മോഷണം നടന്നത് കാവിൻപുറം ജിസ്മി ജേക്കബിന്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അനന്തകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. അനന്തൻ, തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചു നാളുകളായി ഈ മോഷണത്തിന്റെ വാർത്തകൾ ഇങ്ങനെ വരുന്നു. പക്ഷേ പ്രതികൾ പിടിയിലാകുന്നത് വിരളമായി മാത്രമാണ്. ഇന്നിപ്പോൾ ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി നടന്ന മോഷണമാണെങ്കിൽ ഇന്നു രാത്രിയാകുമ്പോൾ മണിക്കൂറുകൾ എത്ര പിന്നിട്ടു? പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അനശ്വര, ഈ സ്വർണത്തിന്റെ വില വർദ്ധിച്ചതിന് ശേഷം കള്ളന്മാരെല്ലാം സ്വർണ്ണ മോഷണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആളില്ലാത്ത വീടുകൾ നോക്കി മോഷണം നടത്തുക എന്നുള്ളതാണ് പുതിയ രീതിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണം വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ വീട് പൂട്ടി വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയൊക്കെ അറിയിക്കണം എന്ന് നിരന്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കാതെ പോകുന്നത് കൊണ്ടാകണം ഇങ്ങനെയുള്ള മോഷണങ്ങൾ വ്യാപകമാകുന്നത്. ഏതായാലും സ്വർണം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെമ്പാടും കള്ളന്മാർ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ നടന്ന മോഷണത്തിൻ്റെ വാർത്തയാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ മോഷണ വിവരം പുറത്തറിയുന്നത്. തിരുവനന്തപുരം വിളപ്പിൽ ശാല കാവിൻപുറം ജിസ്മി ജേക്കബിൻ്റെ വീട്ടിലായിരുന്നു ഈ കവർച്ച നടന്നത്. ജിസ്മി ജേക്കബിൻ്റെ പിതാവ് രാവിലെ വീട്ടിൽ എത്തുമ്പോഴാണ് മുൻവാതിൽ കുത്തി തുറന്ന് കിടക്കുന്നത് കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ അലമാരയെല്ലാം വലിച്ചുവാരിയിട്ടിരിക്കുന്നു. അവിടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 42 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. മാത്രമല്ല ഇമിറ്റേഷൻ ഗോൾഡും ഒപ്പം തന്നെ ബ്ലാക്ക് മെറ്റൽ ഓർണമെൻറ്റ്സും ഒക്കെ ഈ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രി 9-നും ഇന്ന് രാവിലെ 6-നും ഇടയ്ക്ക് മോഷണം നടന്നു എന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ വിളപ്പിൽശാല പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും വെള്ളടയാള വിദഗ്ധരുമൊക്കെ എത്തി പരിശോധന നടത്തി. പക്ഷേ ഇതുവരെ കള്ളനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ കവർച്ചയാണ് ഇത്. അടുത്തിടെ കഴക്കൂട്ടത്ത് സ്വർണ്ണമോഷണം നടന്നിരുന്നു. വീടടച്ചുപൂട്ടി മൂകാംബികയിൽ പോയ കുടുംബത്തിനാണ് കവർച്ച നേരിടേണ്ടി വന്നത്. തിരിച്ചെത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടാവ് കവർന്നിരുന്നു. ആ കവർച്ചാ സംഘത്തെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും കള്ളന്മാരെ പിടിക്കാൻ കഴിയാത്തത് പോലീസിനൊരു തലവേദനയായിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലൊക്കെ ആയിരുന്നു പോലീസ്. ആ തക്കം കൂടി മുതലാക്കിക്കൊണ്ടാണ് കള്ളന്മാർ ഇങ്ങനെ സ്വർണ്ണവേട്ടയ്ക്കായി വിലസി നടക്കുന്നത്. അനശ്വര.